ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് മൈദയും എഗ്ഗും തേങ്ങയും പഞ്ചസാരയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു എഗ്ഗും കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മൈദ എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് വരാം. ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ബാറ്റർ ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് ഓരോന്നായി ചുട്ടെടുക്കാം. ദോശ ചുട്ടെടുക്കുന്നതിന് മുൻപ് നമുക്ക് ഇതിലോട്ടുള്ള തേങ്ങയൊന്ന് റെഡിയാക്കി എടുക്കണം. തേങ്ങ ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് ചിരകി വെച്ചിട്ടുള്ളത്. അതിലോട്ട് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയെല്ലാം നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ദോശയുടെ ഉള്ളിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുത്തതിന് ശേഷം ഇതൊന്ന് അതിനുള്ളിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. 1.5 തവി ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ഓയിൽ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായി ലഭിക്കുന്നത്. ഇപ്പോൾ ഒരു സൈഡൊന്ന് കുക്കായി വരുന്നുണ്ട്. ഈ സമയം ദോശയ്ക്ക് മുകളിൽ അല്പം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ സൈഡ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ ദോശ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തേങ്ങാപ്പാലിൻ്റെയും പഞ്ചസാരയുടെയും കൂടെ ചട്നിയും ചമ്മന്തിയും ചേർത്തിട്ട് എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിത് തേങ്ങ വെച്ച് റോൾ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ചൂടാറുന്നതിന് മുൻപ് തന്നെ ഇതിലോട്ട് അല്പം തേങ്ങയും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ചൂടോട് കൂടി തന്നെ ഇതുപോലെ നമ്മളിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും. ഇതുപോലെ ഓരോ റോളും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാ ദോശ റോൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്കെല്ലാം വളരെ പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.